മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി മുന്നേറുന്ന കാഴ്ച കണ്ടാണ് വാരം അവസാനിച്ചത്. ഏകദേശം വ്യാഴാഴ്ച ഒരു ദിവസം മാത്രമേ വിപണിയെ സംബന്ധിച്ച് ഒരു താഴ്ച വന്നുള്ളൂ. വെള്ളിയാഴ്ച ദിവസവും തിരിച്ചു കയറുന്നത് കണ്ടു. അടുത്തയാഴ്ച വലിയ വലിയ ഇവൻറ്റ്സ് പലതും കാത്തിരിക്കുന്നുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. പതിവ് പോലെ ഹെഡ്ജിക്കിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, അടുത്തയാഴ്ച എന്ന് പറയുന്നത് പല ആഴ്ചകളായി നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. താങ്കൾക്കറിയാം, ബാങ്കിങ് ലൈസൻസ് സംബന്ധിച്ചുള്ള കാര്യമാണ്. പക്ഷേ അടുത്തയാഴ്ച കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത് വരേണ്ടതുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാങ്കിങ് ലൈസൻസിന് ഏകദേശം 4 മുതൽ 6 വരെ കമ്പനികൾക്ക് ഇത് പ്രഖ്യാപനത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസ് മുതൽ ഏറ്റവും വലിയ അനിൽ അംബാനിയുടെ റിലയൻസ് ക്യാപിറ്റൽ വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് ഗവൺമെന്റിന്റെ തന്നെ കമ്പനിയായ ഇന്ത്യ പോസ്റ്റ്, അതിന് ഏതാണ്ട് തീരുമാനം ആയിട്ടുണ്ടെന്ന് പറയുന്നു. L&T ഫിനാൻസ് എല്ലാവരും പറഞ്ഞ് ഇപ്പോൾ L&T ഫിനാൻസിന് ബാങ്ക് കിട്ടിയതുപോലെയായി. ഒരുപക്ഷെ ഇനി അപ്രതീക്ഷിതമായിട്ട് അത് കിട്ടാതെ വന്നാൽ എന്താവുമെന്ന് അറിയില്ല. ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് തോന്നുന്നു ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്. 70,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കളക്ട് ചെയ്ത വലിയൊരു കമ്പനി, ക്ലീൻ ബാലൻസ് ഷീറ്റ്, ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്പനി, ധനമന്ത്രി ചിദംബരവുമായിട്ടുള്ള ഇക്വേഷൻസ് കറക്റ്റാണ്. മൊത്തത്തിൽ എന്ത് തോന്നുന്നു? അല്ല, ബാങ്കിങ് ലൈസൻസ് എന്തായാലും നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, IDFC, ഇന്ത്യ പോസ്റ്റ്, നേരത്തെ പോലെ മുത്തൂറ്റ് ഫൈനാൻസ്, L&T ഫൈനാൻസ്. ഇപ്പോൾ L&T ഫൈനാൻസിനെ സംബന്ധിച്ച് സനൽ പറഞ്ഞതുപോലെ ബാങ്കിങ് ലൈസൻസ് കിട്ടിയേ തീരൂ. കിട്ടിയതുപോലെയാണ് മാർക്കറ്റിന്റെ മൂവ്. ഇനി ഇൻ കേസ് അത് സംഭവിച്ചില്ല എങ്കിൽ ഓഹരിയിൽ ഇത് ഡിസ്കൗണ്ടഡ് ആണോ? എനിക്ക് ഡിസ്കൗണ്ടഡ് ആണെന്ന് മതി. ഇതിന്റെ ഒരു മൂവ് 10 റുപ്പീസിന്റെ അപ്പ് ആൻഡ് ഡൗൺ. പക്ഷെ ഒരു ബാങ്കിങ് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു ഫോൾ കുറച്ച് ഷാർപ്പായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബാങ്കിങ് ലൈസൻസ് കിട്ടിയാൽ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ സേഫായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിലെന്തായാലും ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് ഫണ്ടമെന്റലി വളരെ ശക്തമാണ്. അതിന് ലൈസൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ IFCI, IDFC, ഇതൊക്കെ തന്നെയാണ് നെക്സ്റ്റ് വീക്ക് ബാങ്കിങ് ലൈസൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന കമ്പനികൾ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഈ ഓഹരി വിപണിയെ സംബന്ധിച്ച് അടുത്തയാഴ്ച ഇതിൽ ഈ ലഭിച്ചവർക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർക്കും ഉണ്ടാകുന്ന ഒരു ഇപ്പൊ പലരും L&T ഫിനാൻസ് വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലുള്ളവർ. അപ്പോൾ ഈ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി കൊടുക്കാനുണ്ടോ നിക്ഷേപകർ? ഇതിൽ സ്ട്രാറ്റജി എന്തെങ്കിലും RBIയുടെ കവറിനുള്ളിലാണ് ഈ സ്ട്രാറ്റജി ഇരിക്കുന്നത്. അപ്പോൾ അത് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിങ് ലൈസൻസ് ലഭിക്കാത്ത കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഇപ്പോൾ IDFC, IFCI ഒന്നും എനിക്ക് തോന്നുന്നില്ല. ബാങ്കിങ് ലൈസൻസ് കിട്ടിയാൽ അത് പോസിറ്റീവാണ്. അത് കിട്ടിയില്ലെങ്കിൽ വലിയൊരു നെഗറ്റീവ്. ഓൾറെഡി കറക്ഷൻ കഴിഞ്ഞു. IDFC ബിലോ 100 ആണ്. IFCയും 20 അറൗണ്ട് ട്രേഡിംഗ് നടക്കുന്നു. ഇതിനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് വരാനില്ല. ഈവൻ മുത്തൂറ്റ് ഫൈനാൻസ് എടുത്താലും ബാങ്കിങ് ലൈസൻസ് കിട്ടിയില്ലെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഫാൾ വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം എനിക്ക് തോന്നുന്നു L&T ഫൈനാൻസിന് ഈ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള ഫാൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വേറൊരു ഇതിന്റെ മറുവശം, നമ്മളിപ്പോൾ ബാങ്കിങ് ലൈസൻസിന്റെ പേരിൽ ഷെയറുകൾ കിട്ടിയ ഓഹരികളുടെ ഷെയറുകൾ മൂല്യവർധന വന്നേക്കാം, വരാതിരിക്കാം. പക്ഷേ എന്തു തന്നെയായാലും ഇപ്പോൾ RBIയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്ചേഴ്സ് വെച്ചിട്ട്, അവരുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഒരു ലാഭകരമായിട്ടൊരു ബിസിനസ്, ഒരു 10-15 വർഷത്തേക്ക് ഒരു ലാഭകരമായ ബിസിനസ്, കാരണം അവസാനം കൊടുത്തിരിക്കുന്ന യെസ് ബാങ്കിനും കോട്ടക് മഹീന്ദ്രയ്ക്കുമാണ് 2002 കാലഘട്ടത്തിൽ. അതിനുശേഷം കൊടുത്തിട്ടില്ല. അപ്പോൾ പുതിയ ബാങ്ക് ഇപ്പോഴത്തെ ഈ കർശനമായ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ലാഭകരമായി നടത്താൻ ഉള്ള ഒരു സംശയം പല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് പിന്നീട് ഇത് തിരിച്ചടിച്ച് ഒരു ബൂമറാങ് ആയിട്ട് വരാനുള്ള സാധ്യതയുമില്ലേ? ഇവിടെ 2002-03 ബാങ്കിങ് ലൈസൻസ് കോട്ടക് അല്ലെങ്കിൽ യെസ് ബാങ്കിന് ലഭിക്കുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതായിരുന്നു. നമ്മൾക്കറിയാം, ഒരു ബുൾ റൈഡ് പോലും 3, 4, 5, 6, 7, 8 അങ്ങനെ വന്ന് 5 to 7 എന്ന് പറയുന്ന വലിയൊരു ബുൾ റൈഡിന്റെ വർഷമായിരുന്നു. അപ്പോൾ അത് ഈ കമ്പനികളെ, കോട്ടക്കിനെ സംബന്ധിച്ചും യെസ് ബാങ്കിനെ സംബന്ധിച്ചും ഏറ്റവും നല്ലൊരു പീരീഡിലൂടെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു ബേസ് ബിൽഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഇനി വരുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യൻ എക്കണോമി ഒരു സ്ട്രഗിളിംഗ് ടൈമിലാണ്. അതുപോലെ വളരെയധികം നോംസ്, ഇതൊക്കെ പുതിയ ലൈസൻസ് എടുത്ത് ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അതിനെ പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, അതുമാത്രമല്ല ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു. ഒന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ, അതുപോലെ തന്നെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ പുതിയ ഫേസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്ടറിൽ വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം വലിയ ജയന്റാണ്. ഇപ്പോൾ HDFC എടുത്താലും ICICI എടുത്താലും യെസ് ബാങ്ക് എടുത്താലും കോട്ടക് മഹീന്ദ്ര ബാങ്ക് എടുത്താലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒട്ടനവധി ബാങ്കുകൾ നിലനിൽക്കുകയാണ്. ഈ ബാങ്കിങ് സ്പേസിലേക്ക് വേണം ഈ ന്യൂ പ്ലെയേഴ്സിന് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രത്തോളം ഈസി അല്ല ബാങ്കിങ് ലൈസൻസ് കിട്ടിയാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഈ ഒരു എക്കണോമി ഈ ഒരു ക്രൈസിസ് പീരീഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്ര ഈസി അല്ല ഒരു ബാങ്കിങ്
നന്നായി കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ലൈസൻസ് കിട്ടിയാലും ഈ നോംസ് ഇപ്പോൾ NBFCയെ സംബന്ധിച്ച ഒരു ഫ്രീഡം നിലനിൽക്കുന്നുണ്ട്. വൺസ് ബാങ്കിങ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീഡം അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. പിന്നെ ഓവറോൾ ഇക്കണോമി, ഇതൊക്കെ ഇവരുടെ റിസൾട്ടിനെയും ഇവരുടെ ഫ്യൂച്ചറിനെയും തീർച്ചയായിട്ടും എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പെട്ടെന്ന് നിഫ്റ്റിയുടെ ഒരു റേഞ്ചിന് എങ്ങനെയാണ് അത് വലിയൊരു പതനത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം? ഇല്ല, ടെക്നിക്കലി മാർക്കറ്റ് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമ്മൾ പറയുന്ന ലെവൽ ബോട്ടം ലൈൻ 5950 to 5970 ഒരു ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. 5950 to 5970 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പർ സൈഡ് 6180, 6180 to 6200 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഏരിയയാണ്. മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് GDP വരുന്നു. ഇതിന് മുകളിൽ 6200 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തതിൽ മാത്രമേ അടുത്തൊരു 150 പോയിന്റ്സിന്റെ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 6350 എന്ന് പറയുന്ന ലെവൽ. പക്ഷേ അതൊരു റിസ്കി ഏരിയയാണ്. 6200 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ലോങ് പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ 6200 180 to 200 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. ദെൻ അതിന് മുകളിൽ സ്റ്റെബിലൈസ് ചെയ്താൽ അഗൈൻ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ്. അതെ അതെ അതെ. അപ്പോൾ അതുപോലെ കറക്ഷൻ 6000 ലെവലിൽ കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ വീണ്ടും ഒരു റീ എൻട്രി പോയിന്റ് തന്നെയാണ്. അപ്പോൾ മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്ന ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 5970 to 6180 to 200 എന്ന് പറയുന്ന ലെവലിൽ മൂവ് ചെയ്യാം. ഈ രണ്ട് ലെവൽ 950 ബ്രേക്ക് ചെയ്താൽ 5800 മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ, അപ്പർ സൈഡ് 200 ബ്രേക്ക് ചെയ്താൽ 150 പോയിന്റ്സിന്റെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ഫെബ്രുവരി സീരീസ് ഈ ഒരു ലെവലിൽ മൂവ് ചെയ്യാനാണ് പോസിബിലിറ്റി കൂടുതലായിട്ട് കാണുന്നത്. നമുക്ക് ഏതായാലും ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അത്രയൊന്നും നമ്മൾ മലയാളികളും മറ്റും പരിഗണിക്കാത്ത ഒരു സെക്ടറാണ് JSWന്റെ ഓഹരികൾ. ഇടയ്ക്ക് ജിൻഡാൽ സ്റ്റീലിൻ്റെ വിഭജനവുമൊക്കെയായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് കുറേ നഷ്ടങ്ങളും ഉണ്ടാക്കിയ ഒരു ഓഹരിയുമാണ്. പക്ഷേ അത് ഏറെ നാളായിട്ട് താഴെ കിടക്കുകയായിരുന്നു. പക്ഷേ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് പ്രത്യേകിച്ചും JSW ഹോൾഡിങ്സ്, അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി, അതിൽ വലിയൊരു സ്പാർട്ട് കണ്ടു, വലിയൊരു മുന്നേറ്റം കണ്ടു JSW. ഒപ്പം നമ്മൾ മാർക്കറ്റ് വാച്ചിലൂടെ മുൻപ് ഭുവനേന്ദ്രൻ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള L&Tയിലും ഒരു വർധന ഏകദേശം 980 കഴിഞ്ഞ ആഴ്ച കൂടി റെക്കമെൻഡ് ചെയ്തിരുന്നു. 1000 താഴെയായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ഓഹരി MCX വാർത്താ കേന്ദ്രമായി, പ്രത്യേകിച്ചും അതിൻ്റെ 900 കോടി രൂപയോളം അസറ്റ് തിരികെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ നഷ്ടം NSEയിലുണ്ടായ നഷ്ടം ഇടപാടുകാർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഗൾഫിലുള്ള ദുബായിലുള്ള എക്സ്ചേഞ്ചിൻ്റെ ഓഹരികൾ വിറ്റ് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതിലെല്ലാം വലിയ ആക്ഷൻസ് കണ്ടു ഈ കഴിഞ്ഞ ആഴ്ച. എന്ത് തോന്നുന്നു? ഈ സ്റ്റോക്കിൽ MCX അവരുടെ ഗൾഫ് എക്സ്ചേഞ്ച് അത് വിറ്റ് ആ ഫണ്ട് കൊണ്ടുവന്ന് ഇത്, പക്ഷെ മൂവ് നല്ലതാണ്. പക്ഷെ എത്രത്തോളം എഫക്റ്റീവായി നടപ്പിലാക്കും എന്നുള്ളതാണ്. എന്തായാലും അതൊരു ഫ്രോഡ് തന്നെ, MCXലും FTയിലും നടന്ന ഒരു ഫ്രോഡ് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് എത്രയോ നിക്ഷേപകരുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഗോൾഡിലൊക്കെ ഇരിക്കുന്നു. അത് ഗവൺമെന്റ് ഇടപെട്ട് അത് തിരിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു അതിനൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ലെവലിൽ പോലും എടുക്കുന്നില്ല സീരിയസ് ആയിട്ട്. എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വളരെ സീരിയസ് ആണ്. ഒരു ഇൻവെസ്റ്ററുടെ ആ ഒരു സേഫ്റ്റി, അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അത് ഗവൺമെന്റ് കണ്ടില്ല എന്ന് നടിക്കുന്നു. എക്സ്ചേഞ്ച് ആണെങ്കിലും അവർ സ്മൂത്തായിട്ട് ഫംഗ്ഷനിങ് നടത്തുന്നു. അവരുടെ സ്റ്റോക്ക് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തു പോകുന്നു. ഒരു വിരോധാഭാസം തന്നെയാണ് അത് തീർച്ചയായിട്ടും. ദെൻ ക്ലോസ് ചെയ്തത് വെള്ളിയാഴ്ച. അത് വലിയ ആ ഇഷ്യൂവിന് ശേഷം ഒരിക്കലും MCXലും FTയിലും നിക്ഷേപിക്കരുത്. കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ തീർത്തതിന് ശേഷം മാത്രം ആലോചിക്കാം. വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് വന്നു. പക്ഷെ എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല? സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന്റെ വളരെയധികം ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് വന്നു. അതല്ലല്ലോ, ആ കമ്പനി കാണിച്ചിരിക്കുന്ന ഫ്രോഡ് തന്നെയാണ്. അത് റെക്ടിഫൈ ചെയ്യണം. അതിനുശേഷം ആ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പരിഗണിക്കുന്നത് തന്നെയാണ് നല്ലത്. വേറെ പല ഇടപെടലും ഉണ്ട്, നമുക്കറിയില്ല എന്തായാലും. ദെൻ നമുക്ക് ഡിസ്കസ് JSW. L&Tയെ സംബന്ധിച്ച് ഇപ്പോഴും പോസിറ്റീവാണ്, മൊമെന്റം പോസിറ്റീവാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ളൊരു മൂവ് കുറച്ച് കോഷ്യസ് അപ്രോച്ച് എടുക്കുക. 1070-80 എന്ന് പറയുന്ന ഒരു മേജർ സപ്ലൈ സോണാണ്, മേജർ റെസിസ്റ്റൻസ് സോണാണ്. ഫർദർ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇനിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുകയാണ്. ഒരു 20 റുപ്പീസിന്റെ വേരിയേഷൻ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ റിസ്കി ഏരിയയാണ്. വീണ്ടും ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. JSWനെ സംബന്ധിച്ച് ഹോൾഡിംഗ് ഇതിന്റെ വാല്യുവേഷൻ കൂടുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. പക്ഷേ ഒരു ബീറ്റൻ ഡൗൺ സെക്ടറാണ് ടോട്ടൽ ഗ്രൂപ്പ്. JSW എനർജി ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഒക്കെ തന്നെ വാല്യുവേഷൻ ഫെയർ ആണ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപങ്ങൾ ഇതിൽ ഈ JSW ഹോൾഡിംഗ്സ് അല്ല, മറ്റ് എല്ലാ ഗ്രൂപ്പ് നടത്താം തീർച്ചയായിട്ടും. അടുത്തൊരു
ഒരു കറക്ഷൻ ഇപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് കറക്ഷൻ ശേഷം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ തന്നെയാണ്. നമുക്ക് അതിന്റെ കൂടെ HCL ടെക് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം വലിയ രീതിയിൽ ഒരു റൂമർ പടർന്നു. ശിവനാടാർ കമ്പനിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡൽഹിയിൽ ജീവിക്കുന്ന ശിവനാടാർ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് 67% സ്റ്റേക്ക് ഉണ്ട്. അത് കുറച്ച് വിൽക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഇപ്പോൾ മകൾ റോഷ്നി നാടാരാണ് കമ്പനി നടത്തുന്നത്. അത് പിന്നീട് നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തയും വന്നു. HCL ടെക് ഏറെ മുന്നേറുകയും ചെയ്തു, 1000-ന് മുകളിലേക്ക്. അതെ. HCL ടെക്കിനെ സംബന്ധിച്ച് മാനേജ്മെന്റ്, ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റ്. ഈ ന്യൂസ് എത്രത്തോളം ജെനുവിനിറ്റി അവർ തന്നെ പറയുന്നു, അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഫ്രൈഡേ വീണ്ടും സ്റ്റേക്ക് സെയിൽ ശരിക്കും ഈ ഓഹരിക്ക് നല്ലതാണോ മോശമായിരിക്കും? അത് ആര് ടേക്ക് ഓവർ ചെയ്യുന്നു, ഏത് ഗ്രൂപ്പ് ഇതിലേക്ക് വരുന്നു, അതിന്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് റീസൺ കൊണ്ടാണ് സ്റ്റേക്ക് സെയിൽ വരുന്നത്, അത് ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ. എന്തായാലും HCL ടെക് എന്ന് പറയുന്ന കമ്പനി ഫണ്ടമെന്റലി സൗണ്ടാണ്, വാല്യുവേഷൻ ഫെയർ ആണ്, ടെക്നോളജി നമുക്കറിയാം. പുതിയ നിക്ഷേപം ഇപ്പോൾ വേണ്ട, ഇപ്പോഴത്തെ രീതിയിൽ പുതിയ നിക്ഷേപം വേണ്ട. ഒരു കറക്ഷന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. നമുക്ക് ചോദ്യങ്ങൾ. ഗഫൂർ, അദ്ദേഹം ഗൾഫിൽ നിന്നും, അദ്ദേഹം 4 കമ്പനികളാണ്. ഒന്ന് ജെറ്റ് എയർവേസ്, 290 രൂപയ്ക്ക് 7000 ഓഹരികൾ അദ്ദേഹം വാങ്ങിയിരിക്കുന്നു. വലിയ ധനവാനാണെന്ന് തോന്നുന്നു. മറ്റൊന്ന് ഡിഷ് TV 51 രൂപയ്ക്ക് 2500 രൂപ വാങ്ങിയിരിക്കുന്നു. 2500 എണ്ണം 51 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഹിൻഡാൽകോ വില പറഞ്ഞിട്ടില്ല. ഫിനോലെക്സ് കേബിൾസ് 86 രൂപയ്ക്ക് 700 എണ്ണം വാങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെന്റലി ശക്തമായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ഇതിൽ ജെറ്റ് എയർവേസിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ജെറ്റ് എയർവേസ് എല്ലാ നിക്ഷേപകർക്കും, കാരണം ഇതിന്റെ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത് 700 ലെവലിൽ നിന്നാണ് ഡൗൺഫോൾ വരുന്നത്. അത് ഇത്തിഹാത്തുമായിട്ടുള്ള ടേക്ക് ഓവർ, അതിൻ്റെ ക്ലാരിറ്റി കുറവ്, ഹ്യൂജ് ഡെറ്റ്, ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായി. അതുപോലെ തന്നെ ഈ 700 റുപ്പീസിൻ്റെ 714 റുപ്പീസിനുള്ള ബൈയിങ് പോലും ഡെറ്റ് ക്ലിയറിങ്ങിന് കൊടുക്കുന്നു. 24% സ്റ്റേക്ക് ഹോൾഡിംഗ്. ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലായ്മ കുറേ അധികം ജെറ്റ് എയർവേസിൽ നിലനിൽക്കുന്നു. അതുതന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് നെഗറ്റീവ്. കുറച്ചുകൂടെ കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വാല്യൂ ബൈയിങ്, ഒരു റിസ്ക് എടുത്ത് നിക്ഷേപം ചെയ്യാവുന്ന ലെവൽ എന്ന് പറയുന്നത് ബിലോ 200 ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 211, ദെൻ 185. 2 സപ്പോർട്ട് ലെവലാണ് സ്റ്റോക്കിൽ. 236 ആണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് 236 നിലനിൽക്കുന്നു. ദെൻ ഡിഷ് TV ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 46 ആണ് വീണ്ടും ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 42. ഈ 2 ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. 52 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് ആണ്, ലോങ് ടൈം വ്യൂവിലല്ല. 52 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ദെൻ ഹിൻഡാൽകോ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 94 ആണ് ഒരു ഇമ്മീഡിയറ്റ് വരാവുന്നതും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിച്ചാൽ 84 ലെവൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ 97 ലെവൽ പോലും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒരു ഫസ്റ്റ് സ്റ്റേജ് ബൈ കറന്റ് ലെവൽ അഡ്വൈസബിൾ ആണ്. ദെൻ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 94 ലെവൽ. ഒരു ഡിസ്ട്രസ് സെല്ലിംഗ് വരികയാണെങ്കിൽ 86 ലെവൽ വരെ പോകാം. അതൊരു വാല്യൂ ബൈയിങ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബൈയിങ് ലെവൽ തന്നെയാണ്. അതുകൊണ്ട് 2-3 സ്റ്റേജ് എന്ന് പറയുന്നത് 97 കറന്റ് ലെവൽ, ദെൻ 94, ദെൻ ഒരു തേർഡ് സ്റ്റേജ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. 86 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. 116 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫിനോലെക്സ് കേബിൾ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 72 ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ദെൻ 65. ഈ 2 ലെവൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 65 ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഫണ്ടമെന്റലി ഫിനോലെക്സ് കേബിൾ സൗണ്ട് ആണ്. ഓരോ കറക്ഷനും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 84 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 84 ലെവലിലേക്ക് ഫിനോലെക്സ് കേബിൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. സ്റ്റോക്ക് എല്ലാം ജെറ്റ് എയർവേസ്, ഡിഷ് TV, അതുപോലെ തന്നെ ഹിൻഡാൽകോ, ഫിനോലെക്സ് കേബിൾ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇതിൽ ജെറ്റ് എയർവേസിന്റെ മാത്രം കുറച്ച് നെഗറ്റീവ് നിലനിൽക്കുന്നു. കുറച്ചുകൂടെ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈയിങ് ക്വാണ്ടിറ്റി 7000 ക്വാണ്ടിറ്റി അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ബിലോ 200 ലെവലിലേക്ക് ജെറ്റ് എയർവേസ് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി അഡ്വൈസബിൾ ആണ്. അനൂപിന്റെ ചോദ്യം നോക്കാം. സ്ട്രൈഡ്സ് ആർക്കോ ലാബ് 366 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ്. 3 മാസത്തേക്ക് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 350 ഇമ്മീഡിയറ്റ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 350 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 315. കാരണം കുറച്ച് വാല്യുവേഷൻ ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് നിലനിൽക്കുന്നത്. 360 ലെവൽ തന്നെയാണ്. റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കറണ്ട് വാല്യൂ എന്നൊരു കറക്ഷനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. എന്തായാലും ചാർട്ട് ബുള്ളിഷാണ്. പക്ഷേ മാർക്കറ്റ് ഓവറോൾ 6200 ലെവലിൽ നിന്നൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലും ഒരു കറക്ഷൻ സംഭവിക്കാം. സ്ട്രൈഡ്സിലൊരു
കറക്ഷൻ സംഭവിക്കാം. 315 ആണ് ഒരു വാല്യൂ ബൈയിങ് ലെവലായിട്ട് നമുക്ക് പരിഗണിക്കാവും. 380 ആണ് സ്റ്റോക്കിൽ. 380 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് അരുൺ പൈ അദ്ദേഹത്തിൻ്റെ ചോദ്യം നീണ്ട ഒരു ചോദ്യമാണ്. ഷോർട്ട് ടൈം വ്യൂ ആണ്. അതിൽ 3 മുതൽ 6 മാസം വരെ ഡാബർ ഇന്ത്യ, സൺ ടി വി, റാൻബാക്സി, CMC, ക്രോംപ്ടൺ. സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ടാണ്. 3 മുതൽ 6 മാസം എന്ന് പറയുന്നത് ഇന്ത്യൻ നമുക്കറിയില്ല, അല്ലല്ല അറിയില്ല എന്നല്ല, ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു, അതാണല്ലോ. എന്തായാലും 6 മാസത്തെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്. കാരണം നല്ലൊരു മിനിസ്ട്രി കരുതാം. നല്ലൊരു മിനിസ്ട്രി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺ, ഒരു നല്ലൊരു റൈഡിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതിൽ ഡാബർ ഇന്ത്യ ഫണ്ടമെന്റലി സൗണ്ടാണ്. 166 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 158, 175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൺ ടി വി 326, 302, 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ റാൻബാക്സി പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 332, 305 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് പോസിറ്റീവ് നിലനിൽക്കുന്നു. 377 ലോവർ, 340 ബിലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് 377 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അത് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ CMC ഹാർഡ്വെയർ ടാറ്റയുടെയാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ്. 1380 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 1300 ബിലോ മൂവി ആണെങ്കിൽ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 1520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. 115, 105 അറൌണ്ട് 100 റുപ്പീസ് ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 126 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എല്ലാ സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. നമുക്ക് ചോദിക്കാനുള്ള ഒരു ആഡ് ചെയ്യാനുള്ളത്, റാൻബാക്സിയെ സംബന്ധിച്ച് ഈ അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അവരുടെ ടോൺസ പ്ലാന്റ് പഞ്ചാബിലുള്ള അതിന്റെ പ്രശ്നം ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇത്രയധികം താഴേക്ക് വന്നത്. അപ്പോൾ അത് നിക്ഷേപകർ ഇനിയും ഒരുപക്ഷെ അവർ കേരളമൊക്കെ സന്ദർശിച്ചിരുന്നു. ഈ USFDA നിന്നുള്ളവർ ഇവിടുത്തെ ചെമ്മീൻ കമ്പനികളൊക്കെ സന്ദർശിച്ചിരുന്നു. ഈ കമ്പനി പലപ്പോഴും ഇത് പല വാർണിംഗ് കൊടുത്തിട്ടും ഈ പ്ലാന്റിന്റെ ക്ലാരിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ശുദ്ധി കാര്യങ്ങളിലെല്ലാം മാനേജ്മെന്റ് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു ഈ പ്രശ്നം ഇമ്മീഡിയറ്റ് ഞങ്ങൾ പരിഹരിക്കുമെന്ന് മാനേജ്മെന്റ് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും പാഠം ഉൾക്കൊണ്ട് അവർ അതിനുള്ള പരിഹാരം കാണും. ചില ജീവനക്കാർ സ്റ്റോറിലുള്ള ചില ജീവനക്കാർ ഇത് സബോട്ടാഷ് ചെയ്താണ്, അട്ടിമറിച്ചതാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഓഹരി വിപണിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ റാൻബാക്സി വളരെ മികച്ച അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ്. ലാഭക്ഷമത കുറയും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്ലാന്റ് പൂട്ടാൻ പറഞ്ഞതിന് ശേഷം ഉണ്ടായ പ്രശ്നം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നിന്നും ഒരു ഫാസ്റ്റ് ആയിട്ടൊരു ഗ്രോത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നു. അല്ല, ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തിനുള്ള സാധ്യത കുറവാണ്. വളരെയധികം നെഗറ്റീവ് നിലനിൽക്കുന്നു. മാനേജ്മെന്റ് എത്ര എഫക്റ്റീവായി ഈ പ്രശ്നം പരിഹരിക്കും അതിനെ ആശ്രയിച്ചിരിക്കും ഈ കമ്പനിയുടെ റിവൈവൽ. ഈ പ്രശ്നം ഇമ്മീഡിയറ്റ് പരിഹരിക്കാൻ സാധിച്ചാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിന് സാധ്യതയുള്ള കമ്പനിയാണ് റാൻബാക്സി. ഇനി FDA തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണം. മാനേജ്മെന്റ് തീർച്ചയായിട്ടും സമയമെടുക്കും. പക്ഷെ കമ്പനിയെ സംബന്ധിച്ച് സ്ട്രോങ് മോശമായിട്ടൊന്നും സംഭവിക്കാനില്ല, അതാണ് സത്യം. പക്ഷെ എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് മാനേജ്മെന്റ് ഒരു പാഠം ഉൾക്കൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കും. അത് റാൻബാക്സിയെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ട് തോന്നുന്നത് ജാപ്പാനീസ് കമ്പനിയാണ് ഇപ്പോൾ. അല്ല, അതാണ് അതിശയം. ഡൈച്ചി സാങ്കി പോലെയുള്ള ജപ്പാൻകാർ പൊതുവെ വളരെ ക്ലിനിക്കൽ പ്രിസിഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്തോ അത്ര സുഖകരമല്ലാത്തത് സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പുതിയ നിക്ഷേപം അതിൽ ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു 340 ബിലോ 260 ലെവൽ വരെ വരും എന്നുള്ള കണക്ക് കൂട്ടി 340 ബിലോ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. അതൊരു വാല്യൂ ബൈയിങ് ഏരിയ എന്ന് പറയുന്നത് ബിലോ 340 ആണ്. 300 ലെവലിന് അടുത്ത് വരെ വന്നിരുന്നു ഈ സ്റ്റോക്ക്. അതിനുശേഷമാണ് ഇപ്പോൾ റിക്കവറി സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വാല്യൂഷനിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അഡ്വൈസബിൾ അല്ല. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും അടുത്തയാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടി ആയിട്ടുള്ള നീക്കങ്ങൾ, പ്രീ ഇലക്ഷൻ റാലി, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള റാലി, GDPയുടെ പ്രഖ്യാപനം, ബാങ്കിംഗ് ലൈസൻസിന്റെ പ്രഖ്യാപനം, അവസാനവട്ട ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവസാനവട്ട റിഫോംസ്, പരിഷ്കരണങ്ങൾ നടത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ, ഇതെല്ലാം അടുത്തയാഴ്ചയെ സംഭവബഹുലമാക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വാച്ച് ഔട്ട് ചെയ്യേണ്ട ഓഹരികൾ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ
ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിന്നുള്ള L&T ബാങ്കിംഗ് ലൈസൻസ് ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ പലരും എപ്പോഴും പറയാറുള്ള ഇതൊരു നിക്ഷേപ ശുപാർശയല്ല. പ്രത്യേകിച്ചും L&T ഫിനാൻസ് വാച്ച് ചെയ്യേണ്ട ഓഹരികളാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, IDFC, IFCI തുടങ്ങിയവ, ഒപ്പം കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.